LDC LPUP പരീക്ഷകൾക്കെല്ലാം പരീക്ഷയ്ക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ദേശീയ ഗാനം, ദേശീയ ഗീതം എന്നിവയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ. ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് പാഠശാലയിലെ ഓൺലൈൻ ക്ലാസ്സുകളിൽ ഇന്നത്തെ ക്ലാസ്സുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ദേശീയ ഗാനത്തെ കുറിച്ചാണ്. നാഷണൽ ആന്തം അഥവാ ദേശീയ ഗാനം. ഓക്കെ, നമ്മുടെ ദേശീയ ഗാനം എന്ന് പറയുന്നത്, ദേശീയ ഗീതം എന്ന് പറയുന്നതും നിലവിൽ വന്നത് 1950 ജനുവരി 24-നാണ്. 1950 ജനുവരി 24-നാണ് ദേശീയ ഗാനവും ദേശീയ ഗീതവും നിലവിൽ വന്നത്. അപ്പോ നമ്മുടെ ദേശീയ ഗാനം എന്ന് പറയുന്നതാണ് ഏത്? ജനഗണമന. നമ്മുടെ ദേശീയ ഗാനമാണ് എന്ന് പറയുന്നത് ജനഗണമനയാണ്. അതേപോലെ തന്നെ ജനഗണമന രചിച്ചത് ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രവീന്ദ്രനാഥ ടാഗോറാണ്. ഏത് രചിച്ചിരിക്കുന്നത്? ദേശീയ ഗാനം രചിച്ചിരിക്കുന്നത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. അതേപോലെ തന്നെ ഭാരത് വിധാത എന്നായിരുന്നു ജനഗണമനയുടെ ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന പേര്. അപ്പോൾ ജനഗണമനയെ ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഭാരത് വിധാത എന്നായിരുന്നു. എങ്ങനെയാണ്? ഭാരത് വിധാത. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, ഓർത്തു വെച്ചുകൊള്ളുക. ഭാരത് വിധാത എന്നാണ്. അതേപോലെ തന്നെ ജനഗണമന രചിച്ചിരിക്കുന്ന ഭാഷ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ബംഗാളി ഭാഷയാണ്. ജനഗണമന രചിച്ചിരിക്കുന്ന ഭാഷ ഏതാണ്? ബംഗാളി ഭാഷയാണ്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോളുക. ജനഗണമന ആദ്യമായി ആലപിക്കപ്പെട്ട കോൺഗ്രസിന്റെ സമ്മേളനം 1911 കൊൽക്കത്ത സമ്മേളനമാണ്. അപ്പോൾ ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് ഏത് കോൺഗ്രസിന്റെ? INCയുടെ, ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനമാണെന്ന് ചോദിച്ചാൽ 1911 കൊൽക്കത്ത സമ്മേളനത്തിലാണ്. ഇനി അതേപോലെ തന്നെ ഈ കൊൽക്കത്ത സമ്മേളനത്തിൽ ഇതാദ്യമായി ആലപിച്ചത് ആരെ എന്ന് ചോദിച്ചാൽ ആരാണ്? സരളാ ദേവി ചതുറാണിയാണ്. ആരാണ്? ഒന്നുകൂടെ ശ്രദ്ധിച്ചോളുക. സരളാ ദേവി ചതുറാണിയാണ്. 1911 ഡിസംബർ മാസം 27 നടന്ന INCയുടെ സമ്മേളനത്തിൽ നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത്. പിന്നീട് 1911 ഡിസംബർ 27 നടന്ന INCയുടെ സമ്മേളനത്തിലെ അധ്യക്ഷന്റെ പേരാരെന്ന് ചോദിക്കാറുണ്ട്. അത് BN ധർ ആണ്. BN ധർ ആണ്. ആദ്യം നമ്മുടെ ഈ 1911 നടന്ന INCയുടെ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ആര്? BN ധർ. അദ്ദേഹത്തിന്റെ ഫുൾ ഫോം ആണ് ബിഷൻ നാരായൺ ധർ എന്നാണ്. എങ്ങനെയാണ്? ബിഷൻ നാരായൺ ധർ എന്നാണ്. ഓക്കെ, ഇനിയും നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു ദേശീയ ഗാനം എന്നാണ് അംഗീകരിച്ചതെന്ന് 1950 ജനുവരി മാസം 24-നാണ്. 1950 ജനുവരി 24-നാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് ജനഗണമനയെ അംഗീകരിച്ചത്. ഇനിയും ഇന്ത്യൻ പാർലമെന്റിൽ ജനഗണമന ആദ്യമായി അവതരിപ്പിച്ചതും ഇന്ന് തന്നെയാണ്. 1950 ജനുവരി 24-നാണ്. അപ്പോൾ ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് മുമ്പ് തന്നെ 1950 ജനുവരി 24-ന് ഇന്ത്യയുടെ പാർലമെന്റിൽ ആദ്യമായി എന്ത് ചെയ്തു? ജനഗണമന. പിന്നീട് ദേശീയ ഗാനമായ ജനഗണമനയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ്. ജനഗണമനയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ആരാണ്? ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ്. ക്യാപ്റ്റൻ രാം സിംഗ് താക്കൂർ ആണ്. ഇനിയും ദേശീയ ഗാനമായ ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണം. ശങ്കരാഭരണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചോളുക. ദേശീയ ഗാനമായ ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ്? ചോദിച്ചാൽ ശങ്കരാഭരണമാണ്. ഏതാണ്? ശങ്കരാഭരണം. മാറിപ്പോകരുത്, ശങ്കരാഭരണം. ഇനി നമ്മുടെ ദേശീയ ഗാനം ആലപിക്കുവാൻ വേണ്ട സമയം എന്ന് പറയുന്നത് 52 സെക്കൻഡ് മാത്രമാണ്. ദേശീയ ഗാനം ആലപിക്കുവാൻ എടുക്കേണ്ട സമയം എത്ര സെക്കൻഡാണ്? 52 സെക്കൻഡ് മാത്രമാണ്. ഇനിയും ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നത് ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. എങ്ങനെയാണ്? ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. ഈ പറയുന്ന ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നതാണ് ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. പിന്നീട് ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. ഇനിയും ദേശീയ ഗാനത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേര് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ദേശീയ ഗാനത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് ആന്തമെറ്റോളജി. എന്താണ്? ആന്തമെറ്റോളജി. ദേശീയ ഗാനത്തെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരെന്താണ്? ആന്തമെറ്റോളജി. മാറിപ്പോകരുത്, ആന്തമെറ്റോളജി. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മള് ദേശീയ ഗാനത്തെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ ദേശീയ ഗീതത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പാഠശാലയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രദ്ധിച്ചുകൊള്ളുക. നമ്മുടെ ദേശീയ ഗീതം എന്ന് പറയുന്നത് വന്ദേ മാതരമാണ്, അല്ലെ?
വന്ദേ മാതരമാണ് നമ്മുടെ ദേശീയ ഗീതം എന്നറിയപ്പെടുന്നത്. വന്ദേ മാതരം രചിച്ചത് ആര്? പരീക്ഷയുടെ സ്ഥിരം ചോദ്യങ്ങളൊന്നാണ്. ബങ്കിങ് ചന്ദ്ര ചാറ്റർജിയാണ്. ആരാണ്? ബങ്കിങ് ചന്ദ്ര ചാറ്റർജിയാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചിരിക്കുന്നത്. ഇനിയും ബങ്കിങ് ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം, വളരെ ശ്രദ്ധിച്ചു എഴുതിക്കൊള്ളുക, ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. ആനന്ദമഠം. ഇനിയും അതേപോലെ തന്നെ 1982 ആനന്ദമഠം രചിക്കപ്പെട്ടിരിക്കുന്നത്. ആനന്ദമഠം രചിക്കപ്പെട്ട വർഷമാണേത്? 1882. 1882 മാറിപ്പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ആനന്ദമഠത്തിലെ പ്രതിപാദ്യ വിഷയം എന്താണ് എന്നുള്ളത് പരീക്ഷയുടെ ഒരു ചോദ്യമാണ്. അത് സന്യാസി കലാപമാണ്. എന്താണ് ആനന്ദമഠത്തിലെ പ്രതിപാദ്യമായിട്ടുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അതെന്താണ്? സന്യാസി കലാപമാണ്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് 1896 INCയുടെ കൊൽക്കത്ത സമ്മേളനത്തിലാണ്. 1896 INCയുടെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യമായി വന്ദേ മാതരം ആലപിച്ചത്. ഇനിയും 1896 ബീഡൻ സ്ക്വയറിൽ നടന്ന കൊൽക്കത്ത കോൺഗ്രസ് സെക്ഷനിൽ രവീന്ദ്രനാഥ ടാഗോറാണ് വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത്. രവീന്ദ്രനാഥ ടാഗോറാണ് ആദ്യമായി വന്ദേ മാതരം ആലപിച്ചത്. എവിടെ വെച്ച്? 1896 ബീഡൻ സ്ക്വയറിൽ നടന്ന കൊൽക്കത്ത കോൺഗ്രസ് സെക്ഷനിലാണ്. കൊൽക്കത്തയിൽ നടന്ന കോൺഗ്രസ് സെക്ഷനിലാണ്. ഇനിയും 1896 INCയുടെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ അതാണ് റഹീമത്തുള്ള എം സയാനി. റഹീമത്തുള്ള എം സയാനി ആയിരുന്നു ആ കോൺഗ്രസ് സെക്ഷന്റെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത്. ഇനിയും 1901 കൊൽക്കത്തയിൽ നടന്ന കോൺഗ്രസ് സെക്ഷനിൽ മറ്റൊരു സെക്ഷനിൽ രഗീന ചരൺ സിംഗ് എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തിരുന്നു? വന്ദേ മാതരം ആലപിച്ചിരുന്നു. ഇനിയും വന്ദേ മാതരത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ആര്? വന്ദേ മാതരത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ജദുനാഥ് ഭട്ടാചാര്യയാണ്. ആരാണ്? ജദുനാഥ് ഭട്ടാചാര്യയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ വന്ദേ മാതരത്തിന് സംഗീതം നൽകിയിരിക്കുന്നത്. ഇനിയും വന്ദേ മാതരം ആലപിച്ചിരിക്കുന്ന രാഗം ഏത്? പരീക്ഷയുടെ ചോദ്യമാണ്. ദേശ് രാഗമാണ്. ഏതാണ്? ദേശ് രാഗമാണ്. വന്ദേ മാതരം ആലപിച്ചിരിക്കുന്ന രാഗമാണ് ഏത്? ദേശ് രാഗം. ഇനിയും വന്ദേ മാതരം രചിച്ചിരിക്കുന്ന ഭാഷ ഏത്? പരീക്ഷയുടെ ചോദ്യങ്ങളൊന്നാണ്. അത് ബംഗാളി ഭാഷയാണ്. ഇനിയും ഈ പറയുന്ന നമ്മുടെ ബംഗാളി എന്നുള്ളതിനെ കുറിച്ച് PSC പരീക്ഷകൾക്ക് പലർക്കും സംശയങ്ങൾ ഉണ്ടാവും. ബംഗാളി ആണോ എന്നുള്ളതിനെ കുറിച്ച് PSCയുടെ ഏറ്റവും അവസാനത്തെ ഉത്തര സൂചികയിൽ എന്താണ് നൽകിയിരിക്കുന്നത്? ബംഗാളി എന്നാണ് ആൻസർ നൽകിയിരിക്കുന്നത്. കേട്ടോ, ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ ദേശീയ ഗീതമായി വന്ദേ മാതരം എന്നാണ് അംഗീകരിച്ചത്? 1950 ജനുവരി 24. ദേശീയ ഗാനവും ദേശീയ ഗീതവും 50 ജനുവരി 24 മാറിപ്പോകരുത്. ഇനിയും വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് അല്ലെങ്കിൽ പരിഭാഷപ്പെടുത്തിയത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അരബിന്ദോ ഘോഷാണ്. ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തതാരാണ്? അരബിന്ദോ ഘോഷാണ്. ഓക്കെ. ഇനിയും വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്ന പേരാണ് മദർ ഐ ബോ ടു thee എന്നാണ് അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നത്. അപ്പോൾ ദേശീയ ഗാനവും ദേശീയ ഗീതവും രണ്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ ആണല്ലോ.